ഹലോ ഗൈസ്, ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. കുറച്ച് മുന്നേ ഒരു 2-3 വർഷമായി 2-3 കുള്ളന്തെങ്ങ് വെച്ചിട്ട് ഏകദേശം മരം കാട്ടി തുടങ്ങിയപ്പോൾ കൊലക്കടുത്ത സമയമായപ്പോൾ ഇതിന് ചെള്ളിൻ്റെ അസുഖം, കൊമ്പൻചില്ലിയെന്നും ചെള്ളെന്നൊക്കെ പല ഭാഗത്തേക്കും പറയുന്ന ആ ചെള്ളിൻ്റെ അസുഖം, ചെള്ള് കയറിയിട്ട് ആകെ കുത്തി തൂമ്പ് മറിക്കൽ തുടങ്ങി. അപ്പോൾ അതിന് ചെയ്ത ഒരു വൈദ്യമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്, പല രീതിയിലുമാണ് പലരും ചെയ്യൽ. എന്തായാലും നമ്മൾ ചെയ്തത് ആദ്യം തെങ്ങൊന്ന് കാണിച്ചു തരാം. ഇതാ അങ്ങനെ കുത്തിപ്പൊടിച്ചിട്ടേ ഇപ്പോൾ പുതിയ തൂമ്പൊക്കെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ. തെങ്ങിനെ ഇങ്ങനെ ചെള്ള് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അരിപ്പക്കൊടി പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന നമ്മൾ ഈ കൊതുമ്പ് പോലൊക്കെ, ഇതിന് ഞങ്ങളെ ഭാഗത്തേക്ക് പറയൽ, ഈ സാധനത്തിന് ഞങ്ങളെ ഭാഗത്ത് പറയൽ അരിപ്പക്കൊടിയാണ്. ആ അരിപ്പക്കൊടി ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇത് തൂമ്പിന്ന് മുഴുവൻ കട്ട് ചെയ്ത് 2 ഭാഗം കട്ട് ചെയ്തിട്ട് ക്ലിയറായിട്ട് നമ്മൾ എത്രത്തോളം അത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റും, എൻ്റെ മട്ടലിനൊന്നും കേട് പറ്റാതെ എടുത്തു കഴിഞ്ഞാൽ അല്ലാതെ അതിൻ്റെ അസുഖം ഉണ്ടാവില്ല, കുറേയൊക്കെ അസുഖം മാറും. ഇപ്പോൾ ഈ വർഷത്തിൽ 2 തൂമ്പ് ഒന്നിച്ച് നോക്കാൻ പറ്റിയില്ല, ശ്രദ്ധ അങ്ങോട്ട് കൊടുത്തില്ല, അപ്പോൾ കേടൊന്നു പോയി, 2 തൂമ്പ് പോയി. അടുത്തൊന്ന് ഇതാണ്, ഇതും തന്നെ അതേമാതിരി തന്നെ വൃത്തിയാക്കി. അപ്പോൾ ഇതിപ്പോൾ ഇതിനും തൂമ്പ് വന്ന് 2 തൂമ്പ് ഇപ്പോൾ വന്ന് ഓൾറെഡി 2 തൂമ്പ് വന്ന് നമ്മളെ വൈച്ചം ചെയ്തതിൻ്റെ ശേഷം ഇനി ഒന്ന് അപ്പുറത്തുണ്ട്. നമ്മളെ കോഴികളാണ്, നാടൻ കോഴികളാണ്. ഒരു കരിങ്കോഴി 10 കരിങ്കോഴിനെ കൊടുത്തിട്ട് അപ്പോൾ അസുഖം വന്ന് എല്ലാം പോയി. ഇപ്പോൾ ലാസ്റ്റ് ഒന്നേ ബാക്കിയായി. അത് കണ്ടില്ലേ, ഇതാ ഇതിപ്പോൾ പുതിയ ഇതിനും വന്ന് തൂമ്പ്. അതിപ്പോൾ ഒരു പറ്റാത്തൊരു പട്ട ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ പുതിയ തൂമ്പ് വന്ന് ഇതേമാതിരി വൃത്തിയാക്കണം, നല്ല ക്ലിയർ ചെയ്തിട്ട് തെങ്ങിൻ്റെ കച്ചറകളൊക്കെ ഉണ്ട്, അതതിൻ്റെ അടിയിൽ കിടക്കുന്നതൊക്കെ. പിന്നെ ഈ പട്ടൻ്റെ ചെറിയ ഓലക്കൊടികളുണ്ടാവും ഇവിടെ, ചെറിയ ഓലക്കൊടികൾ, അത് പരമാവധി കുറേ എടുക്കുക, ഒരടി 2 അടി 2 സൈഡത്തും കട്ട് ചെയ്തിട്ട് ഒന്നുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ നല്ല വെളിച്ചം. ഇതാരും അങ്ങനെ കാണിക്കലില്ല. മടലിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് ആ ചെറുപോലക്കൊടികളെ കണ്ട് കട്ട് ചെയ്താൽ തെങ്ങിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം, പ്രകാശം നല്ലോണം തട്ടും, സൂര്യപ്രകാശം നല്ലോണം തട്ടും. പിന്നെ വെള്ളത്തിൻ്റെ വല്ലാത്തുള്ള വലിയ കുത്തേക്കാണ് കുറയും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം തൂമ്പ് മറിച്ചു കേടുവരുത്തിയപ്പോൾ ആദ്യം ആരൊക്കെ പറഞ്ഞ് കുരുടാനൊക്കെ ഇട്ടാൽ മതിയെന്ന്. കുരുടാനും നല്ലതിനാണ്, കുഴപ്പമില്ല. കുരുടാന് പകരം നമ്മൾ കല്ലുപ്പ് ഒരു പാക്കറ്റ് കല്ലുപ്പിലേ ഏകദേശം ഒരു 2-2.5 കിലോ മണല, N70 മണലോ കിട്ടിയാൽ അതാണ്ട് 2ഉം കൂടി നല്ല മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ കുമ്മായത്തിൻ്റെ കുമ്മായപ്പൊടി ചേർത്ത്, കുമ്മായപ്പൊടിയിൽ കൂടുതൽ വേണ്ട, കുറച്ച് ആയാലും മതി. എന്തായാലും അതാണ്ട് ചേർത്ത് കഴിഞ്ഞാൽ, കുമ്മായപ്പൊടി ചേർത്താൽ ഒന്നും കൂടി ബെറ്ററായി, നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഓരോരോ മട്ടലിൻ്റെ ഉള്ളിലേക്കും എത്രത്തോളം അടിയിൽ താഴോട്ട് ഇറക്കാൻ പറ്റും അത് നമ്മൾ വല്ല കമ്പിയോ എന്തെങ്കിലും മരക്കഷ്ണങ്ങളോ എടുത്തിട്ട് എല്ലാം കുത്തി ഇറക്കി കൊടുക്കുക. കുത്തി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മട്ടലിൻ്റെ ഉള്ളിലേക്കും അത് ആ മണൽ ഇറക്കി കൊടുക്കണം, ഉപ്പും മണലും കൂടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെള്ള് വല്ലതും ഉണ്ടെങ്കിൽ ആ ഉപ്പും പുളി തട്ടിയാൽ തന്നെ പെട്ടെന്ന് ചത്തുപോകും. എന്നിട്ട് കയറി പോരാനും പറ്റില്ല, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തുപോകും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ചത്ത് പുറത്തേക്ക് പിന്നെ
പൊന്നിന്ന് ആദ്യം ഫസ്റ്റിലെ ഓല രണ്ടാമത് ഒന്നും കൂടി മണലിട്ട് കൊടുത്ത സമയത്ത്. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പക്കൊടി ഒന്ന് തെങ്ങിൻ്റെ കുരലൊക്കെ ഒന്ന് വൃത്തിയാക്കി മേൽഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് N70 കല്ലുപ്പ് കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ ഇത്തള് നീറ്റിയിട്ട് അത് ചൂടാറിയതിൻ്റെ ശേഷം ചൂട് കൊടുക്കണ ഇടാതിരിക്കുക നല്ലത്. ഒന്ന് ഇത്തള് നീറ്റിക്കഴിഞ്ഞാൽ നീറ്റ് കക്ക വാങ്ങിയിട്ട് നീറ്റിയിട്ട് മൂന്നും പാടെ മിക്സ് ചെയ്ത് എല്ലാ മട്ടലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തിന് ആ അസുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ചെയ്യുക. പിന്നെ നമ്മളെ പേരക്കയാണ്. പേരക്ക നിറയെ കായ്ച്ച് പൊയ്ക്കാനായി മൂത്ത് തുടങ്ങിയാണ്. കുറി എല്ലാം ഒന്ന് വളം കുട്ടിപ്പോൾ ഇഷ്ടംപോലെ കുറേ കൊഴിഞ്ഞ് പോയി ചൂടിൽ. എന്തായാലും പണ്ട് നല്ല. അപ്പോൾ ചില ആളുകൾക്ക് തെങ്ങൻ തൈ ഉണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത്, തൂമ്പ് കുത്തി കേടുവരുമെന്നല്ലാതെ അറിയില്ല. ഇതിപ്പോൾ ഒരു കഴിഞ്ഞ കൊല്ലം 1.5 കൊല്ലമായി, 1.5 കൊല്ലം 2 കൊല്ലം പോരാ ഈ തെങ്ങൻ തൈ വെച്ചിട്ട്. നമ്മളതിനെ ഇവിടെ മുളപ്പിച്ചാണ് വെച്ച് നോക്കിയത്. അപ്പം പല ഗ്രോത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിമേലായിരിക്കും അടുത്ത ചെള്ളിൻ്റെ പരിപാടി. അപ്പം നമുക്കൊന്നെ അവനെ പിടിക്കണം. പല പല വീഡിയോകളും കുറച്ച് നമ്മൾ മാവിൻ്റെ തൈ മുളപ്പിച്ചതാണ്. മാവിൻ്റെ തൈ മുളപ്പിക്കാൻ വെച്ചോടുകൂടി കായ്ച്ചൻ്റെ ശല്യം ഉണ്ടായപ്പോൾ കായ്ച്ചനെ തടയാൻ വേണ്ടിയിട്ട് കൊതുവലൻ്റെ ഉള്ളിൽ 19ഓളം തൈ ഉണ്ടാക്കിയത് മുഴുവൻ കായ്ച്ച തിന്നുപോയി, കുറ്റിയാക്കി കളഞ്ഞു. ഇതിപ്പോൾ ഒരു കേടുമില്ല. കൊതുവലൻ്റെ ഉള്ളിലായപ്പോൾ ഈച്ചക്കാണ്ട് കിടക്കാൻ വയ്യ. അങ്ങനെ ഇപ്പോൾ എന്താ ഒരു പുതിയ മാവിൻ്റെ തൈയാണ്. മാവ് നമ്മൾ തന്നെ ബെഡ് ചെയ്ത് 2 വർഷം ഫസ്റ്റ് 2 വർഷം പോരായി. ഈ മാവിൽ നിന്നും ഇതിൻ്റെ ശീരങ്ങളെടുത്തിട്ട് ബെഡ് ചെയ്താണ്. കട്ടി ബെഡിങ് ചെയ്തിട്ട് നല്ല ഗ്രോത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതിലും കായ്ച്ച വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പുതിയ തെളിർപ്പ് വരികയാണ്. അപ്പോൾ ആ തെളിർപ്പ് അവർ വെട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവലില്ല. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു അറിയാം, നല്ലൊരു കൊതുവലാണ് വാങ്ങിയിട്ട് അതിനെ പുതച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഓരോരോ കൊമ്പുകൾക്കായിട്ടുള്ള ഓരോരോ ശിഖരങ്ങൾക്കുള്ള വല തന്നെ ഉണ്ടാക്കണം. പ്രത്യേകത നെറ്റ് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ഇതിപ്പോൾ ഒന്നിച്ച് മൂടിയപ്പോൾ അതിന് സൂര്യപ്രകാശത്തിൻ്റെ കുറച്ച് കുറവ് കാണുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് ശിഖരങ്ങൾ വരുന്ന അടുത്ത കുറി കൂടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ചെറിയ മാവ്, വളരെ ചെറിയ മാവ്. ഇത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തിയതാണ്. പ്രൂൺ ചെയ്തിട്ട് ഇങ്ങനെ നല്ല മട്ടത്തിലേ പ്രൂൺ ചെയ്ത് ഇനി അല്ലാതെ എകരം പോയാൽ പിന്നെ നമുക്ക് കയറാൻ വയ്യ. ദൈവന്മാരൊക്കെ ഇത് കടിക്കാനായിട്ട് വരുന്നതാണ്. ഉണ്ടല്ലേ, ഇതൊക്കെ ഇതിനെ നീര് ഊറ്റി കുടിക്കും. ആ നീര് ഊറ്റി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മൂച്ചിത്തൈ ശരിയാവില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ വീണ്ടും വരും. അപ്പോൾ പരമാവധി ആളുകൾ ഷെയർ ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. മുഹമ്മദ് സ്വാഗതമാട് ഉള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലതിനായി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.